ആദ്യത്തെ ചോദ്യം വരുന്നത് പൊള്ളയായ ചാർജ് ചെയ്ത കണ്ടക്ടറിന്റെ അറയിലെ വൈദ്യുത മണ്ഡലം എന്താണ്? അപ്പോൾ ഇതിന് ഉത്തരം എന്തായിരിക്കും? ഉള്ളിലെ വൈദ്യുത മണ്ഡലം 0 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ചാർജ് ഒരു സമപൊട്ടൻഷ്യൽ പ്രതലത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന ആകെയുള്ള ജോലി. പൊട്ടൻഷ്യൽ തുല്യമാണെങ്കിൽ പിന്നെ ജോലി ചെയ്യാൻ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള സ്ഥലത്തേ നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ സമപൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇവിടെ ഉള്ള വർക്ക് 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. മൂന്നാമത്തേത്, വൈദ്യുത ചാർജുകളെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ പാർഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്, അർദ്ധചാലകങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത്. നാലാമത്തത്, ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണം. ഇതിനകത്ത് വരുന്ന ഏതാണ്? സമ്പർക്കം വഴിയുള്ള ചാർജിങ്, ഉരസൽ മൂലമുള്ള ചാർജിങ്, സ്ഥിത വൈദ്യുത പ്രേരണം അതായത് ഇലക്ട്രോമാഗ്നറ്റിക്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇവ ഒന്നുമില്ല. നമുക്ക് ഓപ്ഷൻ സി ആണ്, സ്ഥിത വൈദ്യുത പ്രേരണമാണ് വരുന്നത്. ഒരു മാധ്യമത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി സമവാക്യം. ഓപ്ഷൻ എ ആണ് വരുന്നത്, എപ്സിലൺ ബൈ എപ്സിലൺ സി. പിന്നെ ചാർജുകൾ തമ്മിലുള്ള ബലം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മുടെ കൂളംസ് ലോയിൽ ഉപയോഗിച്ചതാണ് പറയുന്നത്. ടോർഷൻ ബാലൻസ് ആണ്, ടോർഷൻ പെൻഡുലം അല്ല. ഒരു ഇലക്ട്രോൺ വോൾട്ടിന്റെ വില നമ്മൾ ഓപ്ഷൻ എ ആണ്, 1.6 × 10⁻⁻19 ജൂൾ ആണ്. പിന്നെ വരുന്നത് രേഖീയ ചാർജ് സാന്ദ്രത, ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് ചാർജ് ബൈ യൂണിറ്റ് ലെങ്ത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ലാംഡ = dq/dl എന്നാണ്. പിന്നെ വൈദ്യുത രേഖകളുടെ സാന്ദ്രത വൈദ്യുത മണ്ഡല തീവ്രതയ്ക്ക്, അതായത് എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫീൽഡ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിന് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേർ അനുപാതത്തിലായിരിക്കും. ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അതിൽ കൂടെ പോകുന്ന ലൈൻസിന്റെ എണ്ണം കൂടും, അതായത് ഡെൻസിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടും, വൈദ്യുത രേഖകളുടെ എണ്ണം കൂടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വൈദ്യുത മണ്ഡല തീവ്രതയും രണ്ടും നേർ അനുപാതത്തിലായിരിക്കും. ഓപ്ഷൻ എ ആണ് അതിന് ഉത്തരം വരുന്നത്. പിന്നെ സമപൊട്ടൻഷ്യൽ പ്രതലത്തിലെ വൈദ്യുത മണ്ഡലം പ്രതലത്തിൽ നമുക്ക് ഈക്വിപൊട്ടൻഷ്യൽ സർഫസിന് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് കാണാനായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ലംബമായിരിക്കും. സമപൊട്ടൻഷ്യൽ പ്രതലത്തിലെ വൈദ്യുത മണ്ഡലം പ്രതലത്തിന് എപ്പോഴും പെർപെൻഡിക്കുലർ, അതായത് ലംബമായിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിന് ഉത്തരം വരുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. സമപൊട്ടൻഷ്യലിൽ എനിക്കൊന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മളെ പൊട്ടൻഷ്യലിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കുന്നത്. നമ്മളിപ്പോ ക്ലാസ് കുറച്ച് ഡിലേ ആക്കുന്നത് കുറച്ചും കൂടി അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രതലത്തിന്റെ സമപൊട്ടൻഷ്യൽ പ്രതലത്തിന്റെ സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയിരുന്നു. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ പ്രതലങ്ങള് ദ്വിമാനമോ ത്രിമാനമോ 2 ഡയമെൻഷനലോ എന്താ പറയാ 3 ഡയമെൻഷനലോ ആകാം. ഒരിക്കലും ഒരു പോയിന്റ് സൈസ് ഒരു ബിന്ദു ആയിരിക്കില്ല. രണ്ടാമത്തേത്, വൈദ്യുത മണ്ഡലം പ്രതലത്തിന് ലംബമായിരിക്കും. നമ്മളിപ്പോ ചോദ്യം കണ്ടതാണ്, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ നമ്മൾ ഓരോന്നിന്റെ പറഞ്ഞു എന്താണ്, ഒരു രേഖീയ ചാർജ്, ഒരു ലീനിയർ ചാർജ് കൊണ്ടാണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫിയർ, ഗോളമായിരിക്കും അതിന്റെ സമപൊട്ടൻഷ്യൽ പ്രതലം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി അതിന് തമ്മിലുള്ള ഒരു സമവാക്യം, ഒരു ഇക്വേഷൻ നമുക്ക് നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സമപൊട്ടൻഷ്യൽ പ്രതലവും അതേപോലെ വൈദ്യുത മണ്ഡലവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ സമവാക്യമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നു 2016 HSAയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
നമ്മൾ നോക്കുന്നത് വൈദ്യുത മണ്ഡലവും പൊട്ടൻഷ്യലും തമ്മിലുള്ള സമവാക്യമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ തമ്മിലുള്ള സമവാക്യത്തിന് മുമ്പായിട്ട് തമ്മിൽ നമ്മൾക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു സമപൊട്ടൻഷ്യൽ പ്രതലത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണാനായിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചു തരാം. ഇപ്പം ഞാനൊരു സർഫസ് ഇവിടെ വരയ്ക്കുകയാണ്. ഇതൊരു സമപൊട്ടൻഷ്യൽ സർഫസാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആകുമ്പോൾ ഓക്കെ, ഇതൊരു ഈക്വിപൊട്ടൻഷ്യൽ റീജിയൻ ആണ്. ഈ ഒരു സർഫസ് എന്ന് പറയുന്നതും സമപൊട്ടൻഷ്യൽ പ്രതലമാണ്. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ വി ആണെന്ന് വിചാരിക്കുക. സമപൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ വില വി ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പി ഉണ്ട്. അപ്പൊ ഇതിന് ലംബമായിട്ടായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വൈദ്യുത മണ്ഡല തീവ്രത വില നമ്മൾ കണക്കാക്കുന്നത്. ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ വൈദ്യുത മണ്ഡല തീവ്രതയുടെ വില കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സമപൊട്ടൻഷ്യൽ പ്രതലത്തില് ഒരു ബിന്ദുവിന്റെ, ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, വൈദ്യുത മണ്ഡല തീവ്രതയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് പരിമാണം എന്നാണ് മാഗ്നിറ്റ്യൂഡിനെ പറയുന്നത്. അത് കാണാനായിട്ട് ആ ബിന്ദുവിൽ നിന്ന് ഒരു ലംബം പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ ആ ഡിസ്പ്ലേസ്മെന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വാല്യൂ വരുന്നത്. നമ്മൾ ഓൾറെഡി ആ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു? E is equal to minus dV by dr. ഈ R എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ, ഇതിന്റെ ദിശ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലംബമായിട്ടായിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, ലംബമായിട്ടായിരിക്കും. ആ പോയിന്റിന് ഇപ്പൊ ഈ പോയിന്റ് ബിന്ദു പി എടുത്തു കഴിഞ്ഞാൽ ഈ പിയിൽ നിന്ന് ലംബമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് dr എന്നിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡും വൈദ്യുത മണ്ഡല തീവ്രതയും അതേപോലെ പൊട്ടൻഷ്യൽ പ്രതലവും തമ്മിലുള്ള ഒരു റിലേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇത് തന്നെയാണ് അതിന്റെ വരുന്നത്. അപ്പൊ ഇത് കാണുന്നത് എപ്പോഴും ലംബമായിട്ടായിരിക്കും. ആ ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് റിലേഷൻ, അടുത്തൊരു സമവാക്യം എന്ന് പറയുന്നത് വർക്കിന്റെ, പ്രവൃത്തിയുടെ ഒരു സമവാക്യമാണ്. എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യലും വർക്കും തമ്മിലുള്ള ഒരു സമവാക്യം എന്ന് പറയുന്നത്? വർക്ക് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ചാർജ് ഗുണം എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇപ്പൊ ഞാൻ ഒരു ഇപ്പൊ ഇതേ ഫിഗറിൽ തന്നെ ഞാൻ വർക്ക് പറയുകയാണെങ്കിൽ, ഇതൊരു ഈ താഴത്തെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന് ഞാൻ ഇതിനെ എ എന്ന് പറയുന്നു, ഇത് ബി. താഴത്തെ സർഫസ് എ, മുകളിലത്തെ സർഫസ് ബി. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിപ്പോ വി ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കുക. ഇതിന്റെ എന്താ പറയാ, ഇവിടെ നിന്ന് ബിയിൽ നിന്ന് എ വരെ നീക്കാൻ വേണ്ട പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വി ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ്ട്രാ വരുന്നത് ഡെൽറ്റ വി ആണ്, ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? വി ഇവിടുത്തെ പൊട്ടൻഷ്യൽ പ്ലസ് ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് എയിലെ പൊട്ടൻഷ്യൽ. അപ്പൊ എന്തായാലും
ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താ പറയാ, രണ്ട് പോയിന്റ്, രണ്ട് സർഫസ്, രണ്ട് പ്രതലങ്ങൾ തമ്മിൽ നമ്മൾ കണക്കാക്കുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള ഒരു സ്ഥലത്ത് ഒരു പോയിന്റിന്, ഒരു ചാർജിനെ നമ്മൾ നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയുടെ സമവാക്യമാണ് Q ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാർജിനെ പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തേക്കൂടെ നമുക്ക് ചാർജ് നീക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയാണ് എന്താ പറയാ, W ഈക്വൽ ടു Q ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്ന ഈ ഒരു സമവാക്യം. ഇത് വരുന്നത് എന്തിനെയാണ്? ഒരു ചാർജ് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള പ്രതലത്തിൽ നീക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തി. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് സമപൊട്ടൻഷ്യലാണ് ഇരിക്കുന്നതെങ്കിലോ, നമ്മുടെ പ്രതലം സമപൊട്ടൻഷ്യൽ ആണെങ്കിൽ എന്തായിരിക്കും? സമപൊട്ടൻഷ്യൽ ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവില്ല. ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സമപൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഡെൽറ്റ വി 0 ആയിരിക്കും. അപ്പൊ ആയതിനാൽ വർക്ക് എന്തായിരിക്കും? വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി 0 ആയിരിക്കും. ഒരു സമപൊട്ടൻഷ്യൽ സർഫസിൽ നമുക്കൊരു ചാർജിനെ നീക്കാനായിട്ട് ഒരു രീതിയിലുള്ള ചെയ്യേണ്ട പ്രവൃത്തി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വർക്കും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷനും ആ ഒരു കാര്യം എന്നുള്ളത്. നമുക്ക് അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്ന് നോക്കാം. അത് മലയാളത്തിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് തന്നെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് വേറെ വാക്കൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ്, എന്നിട്ട് ഞാനൊരു ചോദ്യം പറയാം. ഫ്ലക്സ് സാധാരണ സൂചിപ്പിക്കുന്നത് ഫൈ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആണ് എടുക്കുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ്. അതായത് ഇപ്പൊ ഞാനിവിടെ ഒരു സർഫസ് എടുത്തിട്ടുണ്ട്, ഒരു പ്രതലം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു സർഫസിൽ കൂടെ, ഈ ഒരു പ്രതലത്തിൽ കൂടെ നമുക്ക് എന്താ പറയാ, ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു പ്രതലത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു പ്രതലമാണല്ലോ, ഒരു സർഫസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനെ ഞാനൊരു ഡെൽറ്റ എസ് എന്ന പേര് ഞാൻ കൊടുക്കുകയാണ്. ഈ ഒരു പ്രതലത്തിന് ഞാൻ ഡെൽറ്റ എസ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു വൈദ്യുത മണ്ഡലത്തില് ഒരു പ്രതലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രതലത്തിന് എങ്ങനെയാണ് വൈദ്യുത മണ്ഡല രേഖകൾ പോകുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു സർഫസ്, ഈ ഒരു പ്രതലത്തിന് ലംബമായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതായത് വൈദ്യുത മണ്ഡല രേഖകള് എങ്ങനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രതലത്തിന് ലംബമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തോതിനെയാണ് റേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ്, വൈദ്യുത ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇംഗ്ലീഷ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ്, ആദ്യം ഞാനത് എഴുതിയിട്ട് മലയാളത്തിലുള്ളത് പറഞ്ഞുതരാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. അപ്പൊ ഫീൽഡ് ലൈൻസ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, വൈദ്യുത മണ്ഡല രേഖകൾ ഒരു യൂണിറ്റ് ഏരിയയില് കൂടെ, യൂണിറ്റ് പ്രതലത്തിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് കടന്നു പോകുന്ന
വൈദ്യുത മണ്ഡല രേഖകളിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു യൂണിറ്റ് പ്രതലത്തിൽ ലംബമായിട്ട് കടന്നു പോകുന്ന മണ്ഡല രേഖകളുടെ തോത്, അതിനെയാണ് വൈദ്യുത ഫ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫൈ ഇ എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ വരുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഈ ഒരു ഫിഗർ വരയ്ക്കുകയാണ്, ഒന്നുകൂടി ഞാൻ ഈ ഫിഗർ വരയ്ക്കാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, വൈദ്യുത മണ്ഡല രേഖകൾ ഇതേപോലെ സമാന്തരങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്ന ഒരു സർഫസ്, ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം, അപ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു പ്രതലത്തിന്റെ ഒരു വശം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ആംഗിൾ എടുത്തു കഴിയുമ്പോൾ എന്ത് വരും, ഈ ഒരു ആംഗിള്, ഈ ആംഗിൾ തീറ്റ. ഇത് നമുക്ക് നോക്കി പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഞാൻ ആ സർഫസ് എടുത്തിരിക്കുന്നത്. ഇത് സർഫസിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തീറ്റ വരും. ഈ ഒരു ആംഗിള് തീറ്റ വരും. ഈ ഒരു സർഫസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ നമ്മൾ എടുക്കുമ്പോൾ തീറ്റ വരും. ഓക്കെ, സർഫസും ഈ ആംഗിൾ അല്ല കേട്ടോ, ഈ ആംഗിള് തീറ്റ വരും. ഇതിന് ഡെൽറ്റ എസ്, ഞാൻ ആ സർഫസിന്റെ ഏരിയത്തിൽ എടുത്തിരിക്കുന്ന ഡെൽറ്റ എസ് ആംഗിൾ തീറ്റ, ഇവിടെ വന്നിരിക്കുന്ന വൈദ്യുത മണ്ഡലം ക്യാപിറ്റൽ ഇ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ ഫൈ ഇ ഈക്വൽ ടു എന്ത് വരും, ഇക്വേഷൻ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നാണ്. അതായത് നമുക്ക് ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ, ഇ ഇൻറ്റു ഡെൽറ്റ എസ് കോസ് തീറ്റ. ഇതാണ് ഫ്ലക്സിന്റെ, വൈദ്യുത ഫ്ലക്സിന്റെ സമവാക്യം വരുന്നത്. ഡെൽറ്റ ആണത്, എ അല്ല. ഇ ഇൻറ്റു ഡെൽറ്റ എസ് കോസ് തീറ്റ. അപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസിനും ഇക്കും ഇടയിലുള്ള ആംഗിൾ അതാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന്റെ യൂണിറ്റും കൂടി നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഫ്ലക്സിന്റെ ഇപ്പൊ യൂണിറ്റ് എന്ത് വരും, യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ കൂളംബ് മീറ്റർ സ്ക്വയർ. ഇതാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ എന്താ പറയാ, നമ്മള് 2016 ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യം ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ഒന്ന് 2016 HSIൽ ചോദിച്ചൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു സമപൊട്ടൻഷ്യൽ പ്രതലത്തില്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ, ഒരു സമപൊട്ടൻഷ്യൽ പ്രതലത്തില് രണ്ട് ബിന്ദുക്കൾക്കിടയിൽ തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ. ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ അഞ്ച് മൈക്രോകൂളം ചാർജ്, മൈക്രോയുടെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൈക്രോകൂളം ചാർജിനെ
ചലിപ്പിക്കാൻ വേണ്ട പ്രവൃത്തി. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ 35 ജൂള്, ഓപ്ഷൻ ബി 35 × 10⁻⁻6 ജൂള്, 35 × 10⁻⁸ ജൂള്, 0 ജൂൾ. ഏതായിരിക്കും എന്ന് പറയാമോ? കറക്റ്റ് ആണ്. 0. ആൻസർ 0 ആണ്. കാരണം നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സമപൊട്ടൻഷ്യൽ പ്രതലമാണ്. സമപൊട്ടൻഷ്യൽ പ്രതലത്തില് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി മൈക്രോ എന്താന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. മൈക്രോ എന്നാണ് ഇതിനെ പറയുന്നത്. മൈക്രോയുടെ വില 10⁻⁻6 ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങളിപ്പോ നമുക്ക് ചോദിക്കുന്നുണ്ട്. സമവാക്യമുള്ളത് ഉപയോഗിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിപ്പോ 0 ആയതുകൊണ്ട് അതല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. അത് ഗുണിച്ചാൽ മതി. ചാർജ് ഇൻറ്റു എന്താണോ പൊട്ടൻഷ്യൽ വ്യത്യാസം അത് ഗുണിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചോദിക്കാം. 0 ഉള്ളതല്ലാതെ ചോദിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഗോസ് നിയമമാണ്. ഗോസ് ലോ. ഓക്കെ, ഇവിടെ പറയുന്നത്, ഞാൻ ആദ്യം സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷ് പറയാം. ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ എന്താ പറയാ പാസ് ചെയ്ത് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളത്. ആൻഡ് ഇക്വേഷൻ വരുന്നത് ആ സർഫസിലുള്ള ടോട്ടൽ ചാർജ് ഇൻറ്റു 1/ε0 ആയിരിക്കും. ടോട്ടൽ ചാർജ് ഇൻറ്റു 1/ε0 ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് സർഫസ് into 1/ε0. 1/ε0 times the total charge enclosed by that surface. അങ്ങനെയാണ് ഗോസ് ലോ പറയുന്നത്. അപ്പൊ നമുക്ക് മലയാളത്തിലുള്ള വിശദീകരണം മാത്രം മതി. അപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസിൽ, ഒരു അടഞ്ഞ പ്രതലത്തില് പ്രതലം എസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എസിൽ കൂടിയുള്ള വൈദ്യുത ഫ്ലക്സ് എന്നത് എന്തിനു തുല്യമായിരിക്കും എന്നത് പ്രതലത്തിൽ ഉൾക്കൊള്ളുന്ന ആകെ ചാർജിന്റെ ക്യൂവിന്റെ 1/ε0. ഇത് നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1/ε0 മടങ്ങ് ടൈംസ്. ഇതാണ് നമുക്ക് ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുക, എന്തെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ. ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു, ഒരു അടഞ്ഞ പ്രതലം എടുത്തു. ഈ അടഞ്ഞ പ്രതലത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് ആകെ ഉള്ള ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ഇതിന്റെ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഇതിൽ കൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് ആണല്ലോ. ഇതിൽ കൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് φe എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/ε0 ടൈംസ് ഇൻറ്റു ആ ടോട്ടൽ ചാർജ്. ആ ടോട്ടൽ സർഫസ് ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് ഏതാണോ അതായിരിക്കും Q ഇൻറ്റു 1/ε0. ഇതായിരിക്കും നമ്മുടെ ഗോസ് ലോയുടെ ഇക്വേഷൻ വരുന്നത്. ഇതിന്റെ നമുക്ക് വലുപ്പമോ ഇതിന്റെ ആകൃതിയൊന്നും എന്ത് ഷേപ്പ് ആണെന്നുള്ളതും നമുക്കൊന്ന്
ഒരു രീതിയിലൊന്നും സ്ഫിയർ ആണോ സിലിണ്ടറിക്കൽ ആണോ വയർ ഷേപ്പ് ആണോ ഒന്നും നമുക്ക് നോക്കണ്ട. ക്ലോസ്ഡ് സർഫസ് ആണോ എന്ന് നോക്കുക. ടോട്ടൽ ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ചാർജ് ഉണ്ടാവും അർത്ഥം. അപ്പോൾ ചാർജ് ക്ലോസ്ഡ് സർഫസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് തന്നിട്ട് അവിടെ ഉള്ള ഫ്ലക്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ നമുക്കൊരു ഇതാണ് ഗോസ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഉപയോഗം വരുന്നത് ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് നമുക്ക് ക്യൂ ഉണ്ട്. അപ്പൊ ഈ ക്യൂ കൊണ്ടുള്ള ഫ്ലക്സ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഈ ക്യൂ കൊണ്ട് ഉണ്ടാവുന്ന ഒരു സർഫസ് ആദ്യം വരയ്ക്കാം. ആ സർഫസിനെയാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് അല്ലെങ്കിൽ ഗോസിയൻ പ്രതലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗോസ് നിയമത്തിന്റെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. എന്തെങ്കിലും ഒരു ഷേപ്പ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. അല്ല നമുക്കൊരു ഇറഗുലർ ഷേപ്പ് തന്നിട്ട് ഫ്ലക്സ് കാണാനാണെങ്കിൽ ഫ്ലക്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഗോസ് ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഒരു സർഫസ്. ഇപ്പൊ സർഫസ് ഇല്ലാത്തതാണ് നമുക്ക് തരുന്നതെങ്കിൽ ഒരു സർഫസ് നമ്മൾ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന ആ സർഫസിനെയാണ് ഗോഷ്യൻ സർഫസ് അല്ലെങ്കിൽ ഗോഷ്യൻ പ്രതലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോസ് നിയമത്തിന്റെ ഉപയോഗത്തിനായി പരിഗണിക്കുന്ന എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കണം കേട്ടോ. പരിഗണിക്കുന്ന അടഞ്ഞ പ്രതലം. അതിനെയാണ് നമ്മള് ഗോഷ്യൻ സർഫസ് എന്ന് പറയും. ഗോഷ്യൻ പ്രതലം എന്ന് നമ്മൾ പറയും. ഓരോന്നിനും ഓരോ ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്ഫിയർ ആയിരിക്കും അല്ലെങ്കിൽ ഗോളമായിരിക്കും നമുക്ക് വരുന്നത്. ഒരു ഗോളം ആയിരിക്കും നമുക്ക് ഇതിന്റെ ഗോഷ്യൻ സർഫസ് നമ്മൾ വരുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിൻ്റെ ഒന്നും പഠിക്കാനില്ല, ഉള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ടോട്ടൽ ചാർജ് ഇരിക്കണോട്ടോ ആ ഒരു സ്ഫിയറിന്റെ. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു സർഫസിന്റെ ഈ ഒരു സർഫസിന്റെ എന്താ പറയാ, ഈ ഒരു സർഫസിന്റെ ഉള്ളിലുള്ളതും ഈ ഒരു സർഫസിൽ കൂടെ പോകുന്ന ചാർജും രണ്ടും ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആ ഒരു സർഫസിന്റെ ഉള്ളിലും സർഫസിൽ കൂടെയും പോകുന്ന ചാർജ് ഏതാണോ അത്രയുമാണ് ടോട്ടൽ ചാർജ്, ആകെയുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗോസ് ലോ വരുന്നത്. ഇനി ഇതിന്റെ ഉപയോഗം 2-3 ആപ്ലിക്കേഷൻ ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഓരോ ഷേപ്പ് പറഞ്ഞല്ലോ. ഇപ്പൊ ഓരോ പോയിന്റ് ചാർജ് ഉണ്ട്, ഒരു നീളത്തിൽ നമ്മൾ രേഖീയ ചാർജ് ഉണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഗോസ് നിയമം ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലത്തിന്റെ വില, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗോസ് നിയമം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത മണ്ഡലം കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഒരു ഷേപ്പ് ഇല്ലാത്തതാണ് തരുന്നതെങ്കിൽ വൈദ്യുത മണ്ഡലം കണ്ടുപിടിക്കും. നിങ്ങൾ കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ഇക്വേഷൻ ഒന്ന് ഓരോന്നിന്റെ നോക്കി വെച്ചാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് വരുന്നത് ഫസ്റ്റ് നമുക്കൊരു ലീനിയർ ചാർജ്, നമുക്ക് ഒരു രേഖീയ ചാർജ് സാന്ദ്രത ഉള്ള ഒരു എന്താ പറയാ, ഒരു മെറ്റൽ റോഡ്, നമ്മളൊരു ലോഹ കമ്പി നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ലോഹ കമ്പി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഷേപ്പ് ആയിരിക്കുമല്ലോ ഇരിക്കുക. അപ്പൊ ഇതിനകത്ത് ചാർജ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ചാർജ് വരിക, രേഖീയ ലീനിയർ ആയിട്ടായിരിക്കും ഇതിന്റെ വരുന്നത്. അപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഷേപ്പ് എന്തായിരിക്കും വരുന്നത്? ഒരു സിലിണ്ടർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്, ഗോഷ്യൻ പ്രതലം എന്ന് പറയുന്ന ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പൊ ഒരു ലോഹ കമ്പി എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തായിരിക്കും? ചാർജ് നമുക്ക് എങ്ങനെയായിരിക്കും? രേഖീയ ചാർജ് ഡെൻസിറ്റി ആയിരിക്കും. രേഖീയ
ചാർജ് സാന്ദ്രതയായിരിക്കും ഉണ്ടാവുക ഇതിന് ലാംഡ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലത്തിന്റെ വില മാത്രം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 r ഇൻറ്റു എൻ ക്യാപ്പ്. ഈ ആറ് എൻ ക്യാപ്പ് എന്താണെന്നുള്ളത് ഫിഗറിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതാണ് ഒരു ലോഹ കമ്പിയുടെ വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡിന്റെ വില വരുന്നത്. ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ലോഹ കമ്പി ഉണ്ടല്ലോ, മെറ്റൽ റോഡ്, ഈ മെറ്റൽ റോഡും ഈ ഒരു സ്ഫിയറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇവിടെയാണ് നമ്മൾ പോയിന്റ് പി കൺസിഡർ ചെയ്യുന്നത്. ഈ ദൂരത്തിനെയാണ് ആറ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു എന്താ പറയാ, ഓരോ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ്. ഇപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് ഇങ്ങനത്തെ ഇതായിരിക്കും എൻ ക്യാപ്പ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഗോസ് നിയമത്തിന്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ. ഒരു മെറ്റൽ റോഡ്, ലോഹ കമ്പിയുടെ വൈദ്യുത മണ്ഡലത്തിന്റെ സമവാക്യം പഠിച്ചു വെക്കുക. ലാംഡ ബൈ 2πε0. ഇത് ആറാണ് കേട്ടോ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇത് 6 വരും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമ്മൾ റേഡിയൽ യൂണിറ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. എൻ ക്യാപ്പിനെ പറയുന്നത് റേഡിയൽ യൂണിറ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന പ്രതലത്തിന് ലംബമായിട്ട്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രതലമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കർവ് ചെയ്തിട്ടായിരിക്കുമല്ലോ, വളഞ്ഞിട്ടായിരിക്കുമല്ലോ. വളഞ്ഞിട്ടുള്ളതിന് ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നമുക്ക് എനിക്ക് വരയ്ക്കാം. ഈ സിലിണ്ടറിന്റെ മോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ. അപ്പൊ അതിനെയാണ് എൻ ക്യാപ്പ് എന്ന ഡയറക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന പ്രതലത്തിന് ലംബമായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാനിവിടെ സൂചിപ്പിക്കാം. പ്രതലത്തിന് ലംബമായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണ് ഞാൻ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിഗർ തരാം, പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈദ്യുത മണ്ഡലത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കായിരിക്കും. അതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റൽ റോഡ്, നമ്മൾ എടുത്തിരിക്കുന്ന ലോഹക്കമ്പിയുടെ എന്താ പറയാ, ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. ഈ ഗോസ് നിയമത്തിൽ ഒരു എന്താ പറയാ, ലോഹക്കമ്പിയുടെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ എന്താ പറയാ, വൈദ്യുത മണ്ഡലത്തിന്റെ ദിശ എന്ന് വേണ്ട 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കും, ലാംഡ നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്
പുറത്തേക്കുമായിരിക്കും. ഓക്കെ, ജോയിൻ ചെയ്ത ആളുടെ പേരെന്താണ്? ആ, സാറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഗോസ് നിയമത്തിന്റെ ആദ്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ മറ്റൊരു രണ്ടാമത്തത് വരുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം ലോഹ കമ്പി ഒരു മെറ്റൽ റോഡിന്റെ ആണ് പഠിച്ചതെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, അതായത് സമമായിട്ട് ചാർജ് ചെയ്യപ്പെട്ട ഒരു പരന്ന ഷീറ്റിന്റെ ഇതേപോലെ നമുക്ക് വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഗോസ് നിയമത്തിൽ വരുന്ന ആ സമവാക്യം ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഏതാണ്? സമമായിട്ട് ചാർജ് ചെയ്യപ്പെട്ട എന്താ പറയാ, ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അനന്തമായി പരന്ന ഷീറ്റ്. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഇതിന്റെ ഗോസ് നിയമം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഞാൻ അതിന്റെ ആദ്യം ഒരു ഫിഗർ വരച്ചു തരാം. ഇതേപോലെ ഒരു ഷീറ്റാണ്. ഞാൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഷീറ്റാണ്. ഇതിൽ കൂടെ വരുന്ന ഗോഷ്യൻ സർഫസ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണോ എടുക്കുന്നത്. ഇപ്പൊ ഒരു ലോഹ കമ്പി എടുത്തപ്പോൾ നമ്മൾ സിലിണ്ടർ വരച്ചു. നേരത്തെ അതിന് മുമ്പ് ഒരു പോയിന്റ് ചാർജ് എടുത്തപ്പോൾ നമ്മൾ അതിന് ഒരു ഗോളം സ്ഫിയർ നമ്മൾ വരച്ചു. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പരന്ന ഷീറ്റാണ്. അപ്പൊ ഈ ഷീറ്റ് എടുക്കുമ്പോൾ ഇതിന് വരുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗോഷ്യൻ പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ ഈ ഷീറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ബോക്സാണ്. ഓക്കെ, ഇതേപോലെ കടന്നു പോകുന്ന ഒരു ബോക്സ് ആണ് നമുക്ക് ഇവിടെ വരുന്ന ഗോഷ്യൻ സർഫസ് അല്ലെങ്കിൽ ഗോഷ്യൻ പ്രതലം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർഫസ് മുകൾ ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഞാനിവിടെ പേര് കൊടുക്കുകയാണ് എ, ബി, സി, ഡി. ഓരോ ദിശയിലും നമുക്ക് ഡയറക്ഷൻ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ എ ബി എന്ന് പറഞ്ഞ വശത്തിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും? പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടേക്കായിരിക്കും. ബി സി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? അതിന്റെ ഈ ഭാഗം പുറത്തേക്കായിരിക്കും നമുക്ക് ദിശ വരുന്നത്, എൻ ക്യാപ്പ് എന്ന് വരുന്നത്. അതേപോലെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭാഗത്തും എൻ ക്യാപ്പ് പുറത്തേക്ക്, ഇവിടെയും താഴത്തേക്ക്. അപ്പോൾ ലംബമായിട്ടായിരിക്കും നമ്മൾ നേരത്തെ ആ ഒരു എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റേഡിയൽ യൂണിറ്റ് വെക്ടർ പ്രതലത്തിന് ലംബമായിട്ടായിരിക്കും നമുക്ക് അതിന്റെ ദിശ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഡയറക്ഷൻ മനസ്സിലാക്കി വെക്കുക. ലംബമായിട്ടായിരിക്കും. ഏത് വശം തന്നാലും പുറത്തേക്ക് ലംബമായിട്ട് എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന്റെ സമവാക്യമാണ്. ഡെറിവേഷൻ ഒന്നും നോക്കണ്ട. സമവാക്യം E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എൻ ക്യാപ്പ്. ഇതാണ് ഇതിന്റെ സമവാക്യം വരുന്നത്. എൻ ക്യാപ്പാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഏത് വശമാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എടുക്കുന്നത് അതിന് ലംബമായിട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ε0 നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രതല വിസ്തീർണ ചാർജ് ഡെൻസിറ്റി. നമ്മൾ ചാർജിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞില്ലേ, സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. പ്രതല വിസ്തീർണ എന്താ പറയാ,
ചാർജ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, സാന്ദ്രത. അത് തന്നെയാണ് ഇവിടെയും സിഗ്മ. നമ്മൾ എടുക്കുന്ന ഈ ഒരു സർഫസ്, ഈ ഒരു ബോക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈനായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ഒരു ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സർഫസിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ. നമ്മളിവിടെയാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ ഈ ഒരു സർഫസ് ബി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ. അതേപോലെ എ ഡി, ഇപ്പോൾ ഇത് യൂണിഫോം ആയിരിക്കും, എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. എ ഡി എന്ന് പറയുമ്പോൾ ഇവിടത്തെ വരുന്ന സിഗ്മ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി വരും. പ്രതല ചാർജ് സാന്ദ്രത. ഇവിടെയും നമുക്ക് ദിശ നേരത്തെ നമ്മൾ ലാംഡ എങ്ങനെയാണ് പോസിറ്റീവ് ആണെങ്കിൽ വൈദ്യുത മണ്ഡലം പുറത്തേക്ക്, ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഷീറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇവിടെയും അതേ കാര്യം നോക്കി വയ്ക്കുക. അപ്പോൾ സിഗ്മ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൈദ്യുത മണ്ഡലം ഈ എന്തായിരിക്കും? പുറത്തേക്കായിരിക്കും. അതുപോലെ സിഗ്മ നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലത്തിന്റെ ദിശ എന്തായിരിക്കും? അകത്തേക്കായിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് എന്താ പറയുക, ഗോസ് നിയമം അനുസരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് നമ്മൾ നേരത്തെ എടുത്ത ലോഹ കമ്പി, രണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അതായത് ഒരു ഷീറ്റ്, പരന്ന ഷീറ്റിന്റെ സമമായിട്ട് ചാർജ് ചെയ്യപ്പെട്ട ഒരു അനന്തമായ ഷീറ്റ്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, വൈദ്യുത മണ്ഡലത്തിന്റെ ഇക്വേഷൻ നോക്കി വെക്കുക മെയിനായിട്ട്. പിന്നെ സിഗ്മ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും, അതിന്റെ ദിശ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു ഷെല്ല്, സമമായിട്ട് ചാർജ് ചെയ്യപ്പെട്ട ഒരു ഗോളം, ഒരു സ്പിരിക്കൽ ഷെൽ, ഒരു ഗോളത്തിന്റെ ഷേപ്പിലുള്ള ഷെല്ലിൽ ഇതേപോലെ നമുക്ക് ഗോഷ്യൻ സർഫസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഗോസ് നിയമം വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പല ഷേപ്പിൽ കണ്ടുപിടിക്കാം, നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പം അതും കൂടി നമുക്കൊന്ന് എടുക്കാം. അപ്പം ഏതായിരുന്നു സമമായിട്ട് മൂന്നാമത്തെ കേസ് വരുന്നത് തിൻ സ്ഫിറിക്കൽ ഷെല്ലാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? സമമായിട്ട് ചാർജ് ചെയ്യപ്പെട്ട എന്താ പറയാ, തിൻ എന്ന് പറഞ്ഞാൽ നേർത്ത ഗോളീയ ഷെൽ. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, നമ്മുടെ വൈദ്യുത മണ്ഡലത്തിന്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് ഓരോരോ സർഫസ് നമുക്ക് കണ്ടുപിടിക്കണം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷെല്ല് വരയ്ക്കാണ്. ഇതിന്റെ ഈ ഷെല്ലിന്റെ റേഡിയസ്, ആരം ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കാം. ഈ ഷെല്ലിന്റെ സർഫസ് ചാർജ്, പ്രതല ചാർജ് സിഗ്മ ആണെന്ന് വിചാരിക്കാം. അപ്പൊ സിഗ്മ എന്താണ്? പ്രതല ചാർജ് വരും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരം വരും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഈ ഗോളത്തിന്, ഈ ഒരു ഷെല്ലിന് അല്ലെങ്കിൽ സ്ഫിയറിന് പുറത്താണ് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലം കണ്ടുപിടിക്കണം. ഈ ചാർജ് ചെയ്ത ഗോളത്തിന്റെ ഷേപ്പിലുള്ള ഈ ഷെല്ല് കൊണ്ട് ഈ പുറത്തുള്ള പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ പോയിന്റ് പി കടന്നു പോകുന്ന ഇതേപോലത്തെ ഒരു സ്ഫിയർ വരയ്ക്കും. ഇതാണ് ഇവിടുത്തെ എന്ത് പറയുന്നത്, ഗോഷ്യൻ പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ഗോസിയൻ പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ഫിയർ തന്നെയായിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ബിന്ദു, ഒരു പോയിന്റ്, അത് ആ സ്ഫിയറിൽ കൂടെ അല്ലെങ്കിൽ ആ സർഫസിൽ കൂടെ കടന്നു പോകണം. ഓക്കെ, അതിന്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ ആർ ആണെന്ന് വിചാരിക്കും. അപ്പൊ സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
നമ്മൾ എടുത്ത ഗോസിയൻ പ്രതലത്തിന്റെ ആരമാണ്. ആ ഗോസിയൻ പ്രതലം എടുത്തത് പുറത്താണ് നമ്മൾ കൺസിഡർ ചെയ്ത ബിന്ദു ഇരിക്കുന്നത്. അപ്പൊ ആ ബിന്ദുക്കൂടെ കടന്നു പോകുന്ന പ്രതലമാണ് ഗോസിയൻ പ്രതലം. ഇവിടെ നമ്മൾ സ്ഫിയർ തന്നെ, ഗോളം തന്നെ എടുത്തു. അതിന്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ ഏത് കേസാണ്? ഗോളത്തിന് പുറത്തുള്ള വൈദ്യുത മണ്ഡലം, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി ഷെൽ. അപ്പൊ അതിന് ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത്, ഈ കാണാനുള്ള ഇക്വേഷൻ E is equal to Q divided by 4 pi epsilon 0 small r into r cap. ഇത് വരും ഇക്വേഷൻ. ഇവിടെ ഈ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിന് പുറത്തേക്കായിട്ട്, പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ ഈ ഷെല്ലിനെ കൊടുത്തെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പുറത്തേക്ക്. അപ്പൊ ഈ ഡയറക്ഷൻ ആയിരിക്കും ആർ ക്യാപ്പ് വരുന്നത്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഗോളത്തിന് കൊടുക്കുന്ന ചാർജിന്റെ വില അനുസരിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻ പുറത്തേക്കും അകത്തേക്കും വരും. നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് ഞാനിപ്പോൾ പുറത്തേക്ക് ആണ് ആർ ക്യാപ്പ്. സ്മോൾ ആർ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ പ്രതലത്തിന്റെ ആരമാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്. നമുക്കറിയാം സർഫസ് ചാർജും സിഗ്മയും ഇതും തമ്മിലുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ചാർജ് ബൈ എന്തായിരുന്നു? ഓർക്കണ്ട, ഏരിയ ആയിരുന്നു. യൂണിറ്റ് പ്രതല വിസ്തീർണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരുന്നില്ലേ? ക്യൂ ബൈ നമ്മൾ ഡി ക്യൂ, ചെറിയ ചാർജ് ആകുമ്പോൾ ഡി ക്യൂ ബൈ ഡി എ. ഇതിൽ നിന്നാണ് നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പുറത്താണ് ഒരു പോയിന്റ് എങ്കിൽ അതിന്റെ ആ ഷെല്ല് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലത്തിന്റെ വില വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സ്മോൾ ആർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലേ? പുറത്തല്ലേ? അപ്പോൾ ഈ സ്മോൾ ആർ ക്യാപിറ്റൽ ആറിനേക്കാളും എന്തായിരിക്കും? വലുതായിരിക്കും. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഗോളത്തിന്റെ ആരവും ക്യാപിറ്റൽ ആർ നമ്മുടെ ഷെല്ലിന്റെ ആരവുമായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു നമ്മൾ ഗോളം എടുത്തു, ഇതിന്റെ ആരം ക്യാപിറ്റൽ ആർ. ഇവിടെ തന്നെയാണ് ആ പോയിന്റ് പി എന്ന് വിചാരിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ഷെല്ലിൽ തന്നെയാണ്, ആ ഗോളത്തിന്റെ ഷെല്ലിൽ തന്നെയാണ് പോയിന്റ് പി എങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഇക്വേഷനിൽ എന്ത് വരും? E is equal to ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് വരും, സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, Q ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലൺ 0 സ്മോൾ ആർ എന്നുള്ളത് ക്യാപിറ്റൽ ആർ ആവും ഇൻറ്റു ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്ക് ഡയറക്ഷൻ. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് എടുക്കാം. ഏത് എപ്പോഴാണ് നമുക്ക് ഗോളത്തിന്റെ ഉപരിതലത്തിലെ E കാണാനായിട്ട്. ഇതാണ് രണ്ട് ഇക്വേഷൻ വരുന്നത്, ഉപരിതലത്തിലാണ് എങ്കിൽ. മൂന്നാമത്തെ കേസ് അപ്പൊ എന്തായിരിക്കും? ഗോളത്തിന് ഉള്ളിലെ മണ്ഡലം കാണാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ സ്ഫിയർ, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പി വരുന്നത്. അപ്പൊ ആ പി വരുന്ന ഒരു, വീണ്ടും ഇവിടെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ഈ പി വരുന്ന ഒരു സ്ഫിയർ, അതിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ഇതിന്റെ വലിയതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇത് പോയിന്റ് പി ആണ്. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും വരുന്നത്? നമ്മളൊരു ചോദ്യം നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ഇതിന്റെ ഒരു നമ്മൾ ആദ്യം ഒരു സമപൊട്ടൻഷ്യൽ സർഫസിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും എന്ന് പറയാമോ? ഒരു ചാർജ് ഒരു അറയില് എന്തായിരിക്കും എന്നൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം നമ്മുടെ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിന്റെ വില വരുന്നത്. ഉള്ളിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ചാർജ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഷെല്ലായതുകൊണ്ട് ചാർജ് നമുക്ക് കൊടുക്കുമ്പോൾ ഈ ചാർജ് ഈ പ്രതലത്തിലായിരിക്കും ഈ ചാർജ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ
ഗോളത്തിന്റെ ഉള്ളില് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉള്ളില് ചാർജ് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഗോളത്തിന്റെ അകത്ത് ചാർജ് 0 ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിൻ്റെ ഉള്ളിലെ വൈദ്യുത മണ്ഡലം 0 ആയിരിക്കും. അപ്പൊ ഷെല്ലിന്റെ ഉള്ളില് വൈദ്യുത മണ്ഡലം എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പൊ അതിന്റെ പ്രതലത്തിലായിരിക്കും എന്ത് വന്ന് വീഴുന്നത്, ഈ ചാർജ്. അതാണ് നമ്മൾ ചോദ്യം എന്ന് പറഞ്ഞത്. പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവിന്റെ ഉള്ളില് ഉള്ള വൈദ്യുത മണ്ഡലത്തിന്റെ വില എത്ര എന്നെങ്ങാണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം. അപ്പൊ എന്തായിരിക്കും, ചാർജ് 0 ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ വൈദ്യുത മണ്ഡലം 0 ആണ്. അപ്പൊ ഇത് മൂന്നും നമുക്ക് ഒരു ഗോളീയ ആകൃതിയിലുള്ള ഒരു ഷെല്ലില് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഗോസ് ലോ ആണ്. അതിന്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ സമവാക്യമൊക്കെ കിട്ടുന്നത്. നമുക്കതൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ഓരോരോ ബിന്ദു, ഓരോരോ പോയിന്റ് എവിടെയാണ്, അതിന്റെ സമവാക്യം എന്താണ്, സ്മോൾ ആർ ആണോ ക്യാപിറ്റൽ ആർ ആണോ, അതുപോലെ ദിശ നോക്കി വെക്കാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദിശ എങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ദിശ എങ്ങോട്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ നോക്കി വെക്കാം. അപ്പം അത്രയുമാണ് നമുക്ക് ഗോസ് ലോ വെച്ചിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. ഇത്രയും നമുക്ക് ഗോസ് ലോക്ക് ആപ്ലിക്കേഷൻ ഉള്ളൂ. പിന്നീട് നമുക്ക് ഇനി ആപ്ലിക്കേഷൻ ഇല്ല. ഇനിയിപ്പോൾ ഡൈപോളാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ഡൈപോളിലോട്ട് നമ്മൾ കിടക്കും. ഡൈപോളും കൂടി കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്റർ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, പൊട്ടൻഷ്യൽ എന്താണ് നമ്മൾ എന്നുള്ളത്, അതിൻ്റെ സമവാക്യങ്ങൾ നോക്കുക. പിന്നെ ഫ്ലക്സ് എന്താണ്, ഫ്ലക്സിൻ്റെ സമവാക്യം വന്നിരിക്കുന്നത്, അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കി വെക്കുക. നമ്മളൊരു ചോദ്യം ഡിസ്കസ് ചെയ്ത് നോക്കുക. പിന്നെ ഗോസ് നിയമം, അതിൻ്റെ ആപ്ലിക്കേഷൻ, നമ്മൾ ഗോസ് നിയമത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്, അതേപോലെ ഒരു കമ്പി അത് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ വൈദ്യുത മണ്ഡലത്തിൻ്റെ ദിശ എങ്ങനെ വരും, നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ദിശ എങ്ങനെ വരും, സമവാക്യം നോക്കി വയ്ക്കുക. അതുപോലെ സ്മോൾ ആർ എന്താണ്, എൻ ക്യാപ്പ് എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ആ സമവാക്യത്തിൽ നോക്കി വയ്ക്കുക. സമവാക്യത്തോടെ ഡയറക്റ്റായിട്ട് വരുന്നുണ്ട്, അത് നേരിട്ട് ചോദിക്കണമെന്നില്ല. ഇത്തരം ദിശകൾ കാര്യങ്ങളും എല്ലാം നോക്കി വെക്കാം. ഓരോ ആ സമവാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോരോ, ഇപ്പൊ സിഗ്മ എന്താണ്, പ്രതല ചാർജ് സാന്ദ്രത, എപ്സിലൺ 0 എന്താണ്, അതിന്റെ വില, അങ്ങനെ തിരിച്ചും മറിച്ചുമായിരിക്കും നമുക്ക് ചോദ്യം വരിക. ഡയറക്റ്റ് നമുക്കൊരു ചോദ്യം സമവാക്യം തന്നിട്ടുള്ള ചോദ്യം കണ്ടുപിടിക്കാനായിട്ടുള്ള സമവാക്യം അങ്ങനെ ചോദിക്കില്ല. നമുക്ക് ആ സമവാക്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളിലായിരിക്കും നമുക്കിനി ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇത്രയും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഗോസ് ലോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്കിനി അടുത്തത് വരുന്നത് എന്താ പറയുക, പോളറൈസേഷനും ഡൈപോളാണ്. ഡൈപോളും പോളറൈസേഷനും കപ്പാസിറ്റൻസും ആണ്. ഇത്തിരി വേറെ ഒരു വിഭാഗമാണ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചാപ്റ്ററാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാത്തവരാരാണ് ഞാൻ നോക്കട്ടെ. എന്തായാലും ഒരാൾക്ക് മാത്രമേ അതിനകത്ത് ഫുള്ളുള്ളൂ. ബാക്കിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ചില 0 ഒന്നാമത്തെ ചോദ്യങ്ങാനായിരിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവും കിട്ടാതിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ലൈവ് ക്ലാസ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നോട്ട്സ് വൈകാതെ തന്നെ ഷെയർ ചെയ്യും കേട്ടോ. Thank you.